സമാധാന ധാരണയിലേക്ക് നീങ്ങിയില്ലെങ്കിൽ ഇറാനെതിരെ കടുത്ത നടപടികളെന്ന മുന്നറിയിപ്പുമായി അമേരിക്ക. ഇറാൻ സേനയെ തകർക്കാൻ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന സൂചനയാണ് US നൽകുന്നത്. അമേരിക്കൻ കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ ആക്രമണം നടത്താൻ പൂർണ്ണ സജ്ജമെന്ന് IRGCയും അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഹോർമുസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ യുദ്ധക്കപ്പൽ വിന്യസിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ബ്രിട്ടൻ. ഒപ്പം തന്നെ തെക്കൻ ചെങ്കടലിൽ ഫ്രാൻസും സൈന്യത്തെ വിന്യസിക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഐസൻ ജോസിലേക്ക്. ഐസൻ, ഈ സമാധാനം പുലരും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്ന് കണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും കാര്യങ്ങൾ വഷളാകുന്നത് എന്ന് കാണുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. എന്തായാലും ഈ സ്ഥിതി വീണ്ടും രൂക്ഷമാകുന്നു അല്ലേ? രാഖി, സ്ഥിതി രൂക്ഷമാകുന്ന ഒരു സൂചനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ രാഖി തന്നെ സൂചിപ്പിച്ചതുപോലെ സജ്ജമായിരിക്കുകയാണ് തങ്ങൾ. അതായത് അമേരിക്കയ്ക്കെതിരെ, അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ സജ്ജരാണ് എന്ന് IRGCയുടെ ഒരു മേധാവി തന്നെ ഒരു സമൂഹമാധ്യമ കുറിപ്പിലൂടെ, സമൂഹമാധ്യമ പോസ്റ്ററിലൂടെ അറിയിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് ഗൗരവമേറിയൊരു വിഷയമാണ്. ആ വിഷയം നേരിട്ട് അമേരിക്കയെ ബാധിക്കുന്ന, അമേരിക്കയ്ക്ക് മാത്രം വെല്ലുവിളിയാകുന്ന ഒരു സാഹചര്യമല്ല. പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്ക് നേരെയും, അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള മറ്റു രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം നടത്താനുള്ളൊരു നീക്കം IRGCയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ IRGCയുടെ ചില നീക്കങ്ങൾക്കെതിരെ, UAEക്ക് എതിരെ നടത്തിയ ആക്രമണത്തിനെതിരെയൊക്കെ അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയത് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്നെയാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതായത് അവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിലോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനങ്ങളൊന്നും തന്നെ ഈ ആക്രമണത്തെ അംഗീകരിക്കുന്നില്ല എന്നൊരു നിലപാട് നിലനിൽക്കുമ്പോൾ തന്നെയാണ് IRGC ആക്രമിക്കുമെന്ന് പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അടിയന്തരമായി സമാധാന ധാരണയിലേക്ക് എത്തിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് ഇന്നലെ തന്നെ ട്രംപ് വിശദീകരിക്കുകയും ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് പ്രൊജക്ട് ഫ്രീഡം പ്ലസ് എന്നൊരു വാക്കാണ്. അതായത് പ്രൊജക്ട് ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോർമുസിലൂടെ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള എസ്കോർട്ട് ഒരുക്കുന്ന സംവിധാനമാണ്. പക്ഷേ ആ സംവിധാനം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അതിനപ്പുറമുള്ള നീക്കങ്ങളിലേക്ക് പോകുമെന്ന് കൃത്യമായി തന്നെ ട്രംപ് പറഞ്ഞത് ഇന്നലെ വാർത്തയാവുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നത് ഒരു വശത്ത് നിൽക്കുന്ന ഒരു വെല്ലുവിളി. IRGCയുടെ വെല്ലുവിളി മറ്റൊരു വശത്ത് നിൽക്കുന്നു. അതേസമയം തന്നെ കൃത്യമായി ഹോർമുസിലൂടെ സ്വതന്ത്രമായ ഫ്രീ നാവിഗേഷൻ ഉറപ്പാക്കുന്നതിന് കമ്മിറ്റഡാണ് എന്ന് കൃത്യമായി ഫ്രാൻസും ബ്രിട്ടനും നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ആ നിലപാടിൻ്റെ ഭാഗമായി ഫ്രാൻസും ബ്രിട്ടനും മുന്നോട്ട് പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഫ്രാൻസും ബ്രിട്ടനും ആ നിലപാടുമായി കൃത്യമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി 50ഓളം രാജ്യങ്ങളുമായി ചില ചർച്ചകളൊക്കെ നടന്ന വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ഇതിൻ്റെ കൂടി ഭാഗമായി ഫ്രാൻസ് തെക്കൻ ചെങ്കടലിലും അതുപോലെ തന്നെ ബ്രിട്ടൻ മെഡിറ്ററേനിയനിലും സൈനിക വിന്യാസം, അതായത് സൈനിക സംവിധാനങ്ങളുടെ വിന്യാസം നടത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. ഫ്രാൻസിൻ്റെ നീക്കങ്ങൾ അവിടെ തെക്കൻ ചെങ്കടലിൽ നടക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുത. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ബ്രിട്ടൻ്റെ നീക്കങ്ങളാണ്. HMS ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രോയർ കപ്പൽ മെഡിറ്ററേനിയനിലേക്ക് ബ്രിട്ടൻ വിന്യസിച്ചിരിക്കുകയാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഹോർമൂസിൽ ഇനിയും തുടർന്നുണ്ടാവുകയാണെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്യുന്നതിനുള്ള കൃത്യമായ നീക്കമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സംഘർഷാവസ്ഥ നിലവിലില്ല എങ്കിൽ കൂടി സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത IRGCയുടെ അല്ലെങ്കിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ എന്ന് പറയുന്ന ഇറാൻ്റെ സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഹിസ്ബുള്ളയ്ക്കെതിരെ ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രയേൽ അതിശക്തമായ ആക്രമണം ലെബനനിൽ നടത്തിയിരുന്നു. ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡറെ കൊലപ്പെടുത്തിയിരുന്നു. ഹമാസിനെതിരെയും ഗാസയിൽ ശക്തമായ നടപടികളുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് IRGCയെ എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിലുള്ള പല വിഷയങ്ങൾ ചേർന്ന് വരുമ്പോൾ ഒരു പക്ഷേ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും ആക്രമണം നീളാനുള്ള സാധ്യത, നേരത്തെ ഉണ്ടായതുപോലെ ആക്രമണം നീളാനുള്ള സാധ്യതയുണ്ട്. ഖത്തറിലായാലും അതുപോലെ തന്നെ UAEയിലായാലും സൈനിക താവളങ്ങളെ ആക്രമിക്കാനുള്ള നീക്കങ്ങളുണ്ട്. മറ്റൊരു പ്രധാന വിഷയം കൂടി എടുത്തു പറയേണ്ടത് എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് UAE പിന്മാറിയത് ഉൾപ്പെടെ ഇറാനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ, അന്താരാഷ്ട്ര ദേശീയ വിഷയങ്ങളും ഉഭയകക്ഷി ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നിലനിൽക്കുമ്പോൾ IRGCയുടെ നിലപാടും അതുപോലെ തന്നെ അമേരിക്കയുടെ നിലപാടും ഏറെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി, നേരത്തെ ചോദിച്ച പോലെ സമാധാനം അകലെയാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ UN ഒക്കെ പിന്നെ എന്തിനാ? അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന സമാധാനവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങിയ 1940-കളിൽ തുടങ്ങിയ UN-ന്റെ ഇതിന്റെ ശരിക്കുള്ള പരിപാടി എന്താ എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം നടന്ന സമയത്ത് UN എവിടെ? ഈ പറയുന്ന പശ്ചിമേഷ്യയിൽ ഇത്രയും വലിയ ഭീതിയും ഇത്ര ലോകം മുഴുവൻ അശാന്തിയുടെ സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ UN എവിടെ? ഈ ട്രംപൊക്കെ അതുകൊണ്ടാണല്ലോ അതിനിടയിൽ ഒരു പ്രതികരണമൊക്കെ നടത്തിയത്. അതായത് ഞങ്ങൾ ഫണ്ടൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവരൊക്കെ ഇവിടെ വെറുതെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞ് കടുത്ത പ്രതികരണമൊക്കെ ഇതിനിടയിൽ നടത്തിയത് അതുകൊണ്ടായിരിക്കുമല്ലോ. എന്തായാലും